ബേബിജീനൊരു ഇമേജ് ഉണ്ടല്ലോ, കായ് 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 അതൊന്നുമില്ലേ പടത്തില്. അതായത് ഭയങ്കര മറ്റേ സൺഗ്ലാസ്, ഇവിടെ നിന്നും പറ്റ മുടി, മറ്റേ കറുപ്പ് കുപ്പായം, ആ പരിപാടിയൊന്നും ഇല്ല. അതിന്റെ ഒരു ഭയങ്കര മേജർ ഷിഫ്റ്റ് ഉണ്ട്. രണ്ട് പവർഫുൾ ലാറ്ററൽ എൻട്രീസ് ഉള്ള ഒരു സിനിമയുടെ രണ്ട് പേരുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഭരതനാട്യം ടു മോഹിനിയാട്ടം. നമ്മുടെ കൂടെ ഇന്ന് വിനയ് ഫോർട്ട് ആൻഡ് ബേബി ജീൻ. വെൽക്കം ടു മാംഗോ ടോക്ക് ടൈം. ഭരതനാട്യം ടു മോഹിനിയാട്ടം പേര് തന്നെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടറായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. അപ്പം നമ്മളിങ്ങനെ പറയാം, ഭരതനാട്യം ടു മോഹിനിയാട്ടമാണോ ഭരതനാട്യം ടു മോഹിനിയാട്ടമാണോ? ഭരതനാട്യം ടു മോഹിനിയാട്ടം. എന്തെങ്കിലും ട്രാൻസിഷൻ, അങ്ങനെ എന്തെങ്കിലും? ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭരതനാട്യത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയിരുന്നു കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അപ്പോൾ ഭരതനാട്യം ഞാൻ ആ ടൈമിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര വെൽ റിട്ടൺ ആയിട്ടുള്ള, ഭയങ്കര സൂതിങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ എവിടെയും എനിക്ക് ഫീൽ ചെയ്തിരുന്നത് ഇപ്പോൾ അതൊരു നല്ല സിനിമയാകും, അതൊരു എൻ്റർടൈനർ ആവും, പക്ഷെ അത് എത്രത്തോളം തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ മോഹിനിയാട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതും, അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിലൊരു കഥാപാത്രം ചെയ്യാൻ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ കൃഷ്ണൻ സംസാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സിനിമ തിയേറ്ററിക്കൽ പരിപാടിയാണ്. അപ്പോൾ തിയേറ്ററിൽ വർക്ക് ആകുന്ന സിനിമകളാണ്, അല്ലെങ്കിൽ അങ്ങനെ തിയേറ്ററിക്കലായിട്ട് ഫീൽ കൊടുത്താലും ആളുകൾ തിയേറ്ററിൽ എത്തുള്ളൂ. അപ്പോൾ മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ച് മോഹിനിയാട്ടം ഒരു ഭയങ്കര ഹാപ്പനിങ്, സംഭവ ബഹുലമായിട്ടുള്ള, ഒരുപാട് നല്ല ആക്ടേഴ്സൊക്കെ ഉള്ള, ഒരുപാട് കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ഉള്ള ഒരു തിയേറ്ററിക്കൽ വാച്ചാണ്. അപ്പൊ രണ്ടും ഒരു വലിയൊരു മേജർ ജോണർ ഷിഫ്റ്റ് സിനിമയിലാണ്. നമുക്ക് ജോണർ ഏതാണെന്ന് നമുക്ക് ചോദിക്കാൻ. കോമഡി ത്രില്ലറാണ് സിനിമ. എപ്പോഴും കോമഡി മാത്രം, കോമഡി ത്രില്ലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ബ്ലെൻഡാണ്. അതെ, കോമഡി ക്രൈം ത്രില്ലർ എന്ന് പറയാം. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലിടുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ക്രൈം ത്രില്ലർ മറ്റേ കാക്കി, മറ്റേ ചോര, തോക്ക്, വെടി, പുക, അതൊന്നുമില്ല. ഇത് കോമഡി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ത്രില്ലറാണ്, ഡാർക്ക് ഹ്യൂമർ. ടീസർ ചുമ്മാ അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ഹുക്കുള്ള ഒരു ടീസറായിട്ട് എനിക്ക് തോന്നി മൊത്തത്തില്. അപ്പം എന്റെ ചോദ്യം അതല്ല, ജിത്തു ജോസഫ് ദൃശ്യം 3യുടെ ക്ലൈമാക്സ് മാറ്റി എഴുതേണ്ടി വരുമോ? ഇല്ല, അതൊരു ടൂള് ഇവര് യൂസ് ചെയ്ത. എനിക്ക് ഭയങ്കര, ഇപ്പൊ ഞാൻ കുറച്ച് സിനിമകൾ ചെയ്യുന്നുണ്ട്, അതില് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു പ്രൊജക്ട് മോഹിനിയാട്ടം. ഒന്ന് അതിന്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അതിന്റെ ഒരു ജോണർ ഉണ്ട്, അതായത് ഒന്നാമത് ഫാസ്റ്റ് പേസ് കോമഡി പരിപാടി ഉണ്ട് കുറച്ച്. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും ലൗഡസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്റെ. അപ്പൊ എനിക്ക് എപ്പോഴും ഈ പറയുന്ന പോലെ റിയലിസം ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാറി എന്ത് ചെയ്യാം എന്ന് പറയുന്ന ഒരു തോട്ടില് ഒരു ലൗഡ് പരിപാടി ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിരുന്നു. ഈ സിനിമയിലെ സുഭാഷ് ആണോ വരുൺ പ്രഭാകർ? കാശുള്ള വീട്ടിലെ പയ്യനല്ലേ, സിൽക്കിന്റെ കുപ്പായിരുന്നു. അങ്ങനെ ഇല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ വിനയ് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു 4 ക്യാരക്ടേഴ്സാണ് ഈ പടത്തിന്റെ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള 4 ക്യാരക്ടേഴ്സാണ് ഈ മൂവിക്ക്. ആൻഡ് സുഭാഷിലേക്ക് വരുമ്പം അതായത് മൊത്തത്തില് എല്ലാരും പ്രശ്നക്കാരായിട്ട് തന്നെയാണ് പടത്തിൽ. അതിന്റെ ഒരു കോമഡി സൈഡും കൂടെ ഉണ്ട്, എല്ലാവർക്കും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഭയങ്കര അടക്കി പിടിച്ച് അഭിനയിക്കേണ്ട ഒരു നാട്ടിൻപുറം. അപ്പോൾ സുഭാഷ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കണ്ടറിയണം എന്നുള്ളതാണ്. പ്രശ്നക്കാരനാണ്. അതെ. പിന്നെ മേജർ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബേബിജീനൊരു ഇമേജ് ഉണ്ടല്ലോ, കായ് 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 അതൊന്നുമില്ലേ പടത്തില്. അതായത് ഭയങ്കര മറ്റേ സൺഗ്ലാസ്, ഇവിടെ നിന്നും പറ്റ മുടി, മറ്റേ കറുപ്പ് കുപ്പായം, ആ പരിപാടിയൊന്നും ഇല്ല. അതിന്റെ ഒരു ഭയങ്കര മേജർ ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ ഈ 4 ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള ക്യാരക്ടർ ബേബിയുടെയാണ്. സിനിമ തുടങ്ങുന്നത് അവസാനം വരെയുള്ള കഥാപാത്രം ബേബിയുടെ. ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ലാറ്ററൽ എൻട്രീസ് വന്നൊരു മൂവിയാണ്. ഇപ്പം നിങ്ങൾ രണ്ടുപേരാണെങ്കിലും, സുരാജാന്റെ ക്യാരക്ടർ ആണെങ്കിലും ജഗദീഷാന്റെ ക്യാരക്ടർ ആണെങ്കിലും, ഭരതൻ നായരുടെ ലൈഫില് ഇവരുടെ റോൾ ആക്ച്വലി എന്താണ്? അതായത് അദ്ദേഹത്തിന്റെ ഫാമിലിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ മറ്റേ മോഹിനിയാട്ടത്തില് അദ്ദേഹം ഇല്ല, ഭരതൻ നായർ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ ഇവരുടെ ഫാമിലിയിലേക്ക് വരുന്ന കഥാപാത്രങ്ങളാണ് ഇത് മുഴുവൻ. അയൽപക്കം ബേസ് ചെയ്തിട്ടൊക്കെ അവർ പുതിയ സ്ഥലത്തേക്ക് താമസം മാറാണ്. അപ്പം ഫസ്റ്റ് പാർട്ടിലുള്ള എല്ലാവരും തന്നെ ഫാമിലി റിലേറ്റഡ് മൂവിയിലുണ്ട്. ഫാമിലി ഉണ്ട്, ഫാമിലി ഉണ്ട്, പക്ഷെ
ആ എൻവയോൺമെന്റ്, ആ ലൊക്കേലല്ല. ഇത് വേറൊരു സ്ഥലത്ത് ആ ഫാമിലി വരുന്നതും അവിടെ നടക്കുന്ന സംഭവങ്ങളും അതിലേക്ക് എത്തിപ്പെടുന്ന മറ്റേ ഇങ്ങനെ മേജർ ക്യാരക്ടേഴ്സ്. നമ്മുടെ മൂവിയിൽ സുരാജേട്ടന്റെ ഒരു വൻ കംബാക്ക് ആണ് കോമഡി എന്ന് പറയുമ്പോഴത്തേക്ക്. അത് ആക്ച്വലി സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളത് നേരിട്ട് കണ്ടതുകൊണ്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബേബി കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. എനിക്കായിരുന്നു ആളായിട്ട് കുറച്ചുകൂടെ കൺസിഡറിങ് വിനീഷേട്ടൻ്റെ നോക്കുമ്പോൾ ഒന്നുകൂടെ കോംബോ. ഇത് ഭയങ്കര പ്രൊഫഷണലാണ്. ഞാൻ നമ്മുടെ ഒരു 3ാമത്തെ പടത്തിലാണ് പോയി നിൽക്കണത്. ഞാൻ നോക്കുമ്പോൾ ആള് മറ്റേ രസികനിലൊക്കെ ഉണ്ട്. സുരാജ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ലൈവായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറെ കാര്യങ്ങൾ കാണാനും. ആൻഡ് ടൈപ്പ് ഓഫ് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ഓരോ രീതി ഉണ്ടാവുമല്ലോ. ഇപ്പം ഫ്രെയിമില് തൊട്ട് മുമ്പ് ഉള്ള കാര്യങ്ങള് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരും കാര്യങ്ങള്. അപ്പം ആ സമയത്ത് ആള് ഭയങ്കര സീരിയസ് ആണ്. കഴിഞ്ഞിട്ട് നമ്മള് കാരവാനിൽ നിന്നൊക്കെ കാണുമല്ലോ. അപ്പം ആളുകൾ പറയും, എടാ എൻ്റെ മോനൊക്കെ നിന്നെ ചോദിക്കൂടാ മറ്റേ, എന്നിട്ട് നമുക്ക് വോയിസ് ഒക്കെ കേൾക്കും. എന്നെ ബേബി ജി മൂപ്പർക്ക് കിട്ടില്ല, മാരിജി എന്ന് വിളിക്കാം. മോനെ സുഖമാണോ? സുഖം തന്നെയല്ലേ? ഞാനിപ്പോൾ ഇവിടെയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അവിടെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ശരിക്കും നമ്മളൊരു കത്തയക്കില്ലേ, അവർ ആ ഒരു സമയത്ത് വന്നതിന്റെ ഒരു ഫോമാറ്റ് അവർ വോയിസ് ക്ലിപ്പിലും കാണാൻ പറ്റും. നമ്മൾ മറുപടി പറയുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്തിട്ട് ആൾ അത്രയും പാവാണ്. വർക്കിന്റെ കാര്യത്തിൽ അത്രയും സീരിയസ് ആണ്. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി സുരാജ് ചേട്ടൻ. ഫണ്ണാണ്. ചേട്ടൻ ഇപ്പൊ ഒരു കുടുംബ ചിത്രത്തിൽ നിന്ന് അടുത്ത കുടുംബ ചിത്രത്തിലേക്ക് പോവാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ്. എങ്ങനെ പോകുന്നു ഗിരിശ്ശേരിയുടെ സെറ്റിലെ വൈബ്? നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിട്ട്. ഭയങ്കര രസം എന്ന് പറഞ്ഞാല് ഭയങ്കര മൂഡാ വർക്ക് ചെയ്യാൻ. എന്നാൽ കുറെ ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പൊ ഞാൻ ഇപ്പോൾ മോഹിനിയാട്ടം കൂടാണ്ട് വേറെ 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഐ ആം ഗെയിമിൽ അഭിനയിക്കുന്നുണ്ട് ദുൽഖർ സൽമാൻ്റെ കൂടെ. പിന്നെ പ്രഥമ ദൃശ്യാൽ കുറ്റക്കാരെന്ന് പറഞ്ഞിട്ട് ഈ ഷഹദ് എന്ന് പറഞ്ഞ സുഹൃത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പാർവതി ഒക്കെ മെയിൻ ലീഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സിനിമകളൊക്കെ നടക്കുന്നുണ്ട്. ഗിരീഷ് വേറൊരു ഭയങ്കര പരിപാടിയാണ്. ഈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്റ്റാറിൻ്റെ പടത്തിൽ നമ്മളൊരു ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, സിനിമകളുടെ നമ്പർ ഓഫ് ഡേയ്സ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ നമ്മളൊരു കഥാപാത്രമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ചിലപ്പോൾ 100 ദിവസം 120 ദിവസം ഷൂട്ട് ഉണ്ടാവും, നമുക്ക് 20 ദിവസം ഷൂട്ട് ഉണ്ടാവും. പക്ഷേ ഈ 120 ദിവസവും നമ്മൾ ലോക്കായിരിക്കും. ഒരു ക്യാരക്ടറിന്റെ ലുക്ക് ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിന്റെ ലുക്ക് ലോക്കാം. എനിക്ക് 120 ദിവസത്തേക്ക് തൊടാൻ പറ്റില്ല, അതിനെ കണ്ടിന്യൂറ്റി ആണല്ലോ. പക്ഷെ ഇതിനൊക്കെ അതിജീവിക്കുന്നത് നമ്മൾ ഈ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയിലുള്ള നമ്മുടെ സമയം, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ടോ, അതാണ് ഏറ്റവും വലിയ ഹൈ. അപ്പം അത് ഭയങ്കര 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 പരിപാടിയാണ്. എനിക്ക് മോഹിനിയാട്ടവും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ മോഹിനിയാട്ടത്തിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ദാസിനെ നേരത്തെ അറിയാം, ഭരതനാട്യമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ മോഹിനിയാട്ടത്തിൽ അഭിനയിക്കാൻ പോയി. അപ്പം ഞാൻ ഭരതനാട്യത്തിലും അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ദാസിനോട് പറഞ്ഞു, ഇപ്പോഴത്തെ ആളുകളുടെ ഒരു ഒരു അറ്റൻഷൻ സ്പാനൊക്കെ അഡ്രസ് ചെയ്യുന്ന ഫാസ്റ്റ് ആയിട്ടുള്ള പരിപാടി ആണെങ്കിൽ പൊളിയായിരിക്കും മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൃഷ്ണദാസ്. അപ്പോൾ ഞാൻ അഭിനയിക്കാൻ പോയി. അപ്പോൾ ഞാൻ ആദ്യത്തെ 1-2 ദിവസം ആരുമില്ല, എൻ്റെ കഥാപാത്രത്തിൻ്റെ പരിപാടികൾ മാത്രമാണ്. അപ്പോൾ ഭയങ്കര ഭയങ്കര ഫ്രീഡം തരും. ബേസിക്കലി കൃഷ്ണദാസ് ആക്ടറാണ്. കൃഷ്ണ വേറെ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടൊക്കെയുള്ള സീരീസൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായതിൻ്റെ. അപ്പോൾ ആക്ടിങ് ജഡ്ജ് ചെയ്യാനുള്ള ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ടൊരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ വലിയ കറക്ഷൻസ് ഇല്ല, അങ്ങനെ ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്യുന്നില്ല. കൃഷ്ണ ഹാപ്പിയാണ്. അപ്പോൾ പരിപാടി അപ്പം ഞാൻ അഭിനയിച്ച് ഒരു ഓക്കെ ടേക്ക് കിട്ടുമല്ലോ. ഒരു ഓക്കെ ടേക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഒരു ഓക്കെ ടേക്ക് ആയല്ലോ, ഇനി വെറുതെ ഒരു ക്രേസി ടേക്ക് എടുക്കാന്ന് പറയും. ഓക്കെ ടേക്ക് കിട്ടിയല്ലോ, ഫിലിം മേക്കറിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ കിട്ടി. ഇനി ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ഭയങ്കര ലൗഡായിട്ട് അല്ലെങ്കിൽ ലൈക്ക് ആ മൊമെന്റ് ഇമ്പൾസ് ഫോളോ ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യും, എന്തോ ചെയ്യും. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് മറ്റു പല സ്ഥലങ്ങളിലും ഞാൻ അങ്ങനെ ഒരു പരിപാടി ആവശ്യപ്പെടുകയോ കൂടിയില്ല. കൃഷ്ണദാസ് ആയതുകൊണ്ടിട്ട് കൃഷ്ണൻ നമുക്ക് വരുന്ന ഒരു ഫ്രീഡത്തിന്റെ പേരിൽ അത് പലപ്പോഴും ഈ ടേക്കാണ് അപ്രൂവൽ ആകുന്നത്. ഓക്കെ ടേക്കിലും നന്നായിട്ട് ഇത് വരാം,
മെജോറിറ്റി ടൈം. ചില ടൈം ഇത് വൻ പരാജയമാകാം, പക്ഷെ ആ പ്രോസസ്സ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ആ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ആ ഒരു ട്രയൽ ആണ് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് നമുക്ക് ആസ് ആൻ ആക്ടർ ഭയങ്കര ഒരു എക്സ്പ്ലോറേഷൻ നടക്കില്ല. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരുപാട് വലിയ സിനിമകളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗെയിം മറ്റേ ആം ഗെയിം ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 ജൂനിയർ ആർട്ടിസ്റ്റൊക്കെയാണ് ഒരു സീനുണ്ടാവുക. 500 ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇടയിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ടെക്നിക്കൽ പരിപാടിയൊക്കെ വന്നിട്ട് ഭയങ്കര ഈ പ്രൊഡക്ഷൻ വാല്യൂവിന്റെ ഒരു ഹെവിനെസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മള് ഒരു ഭയങ്കര നമുക്ക് അവിടെ പോയിട്ട് ഇനി ഞാൻ ഇങ്ങനെ ടേക്ക് എടുക്കട്ടെ ചോദിക്കില്ല നമ്മള്. അപ്പൊ അത് എനിക്ക് നമ്മള് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. ഞാനും കൃഷ്ണനും ഒരു ആക്ടർ, കൃഷ്ണൻ ഒരു ആക്ടർ ആയതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പലപ്പോഴും. ബേബി ജീനിലേക്ക് വരാണെങ്കിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നിൽക്കുമ്പം ആക്ട് ചെയ്യുമ്പോൾ ഒരു കോൺഷ്യസ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? സെക്കൻഡ് മൂവി ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര സീനിയേഴ്സിൻ്റെ ഒക്കെ അടുത്ത് നിന്നപ്പോൾ ചെറുതായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. കാരണം വേറെ അങ്ങനെ നമുക്ക് ഈ ക്യാമറയിൽ മുമ്പേ നമ്മൾ നിൽക്കുമായിരുന്നല്ലോ, മ്യൂസിക് വീഡിയോ പരിപാടിയൊക്കെ ആയിട്ട് ക്യാമറ ഒരു ഫേസ് ചെയ്തിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. പിന്നെ ആ ഒരു ചമ്മലിനെ ഞാൻ പെട്ടെന്ന് മറക്കാനുള്ള ഒരു പരിപാടി കൊണ്ട് പിടിക്കും. പിന്നെ ഞാനിതുവരെ റൊമാൻറ്റിക് സീനും അങ്ങനത്തെ സീനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു പുച്ഛം കൈൻഡ് ഓഫ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ കൂടെ ഇതുവരെ കടന്നു പോയിട്ടുള്ളൂ. ഞാൻ റൊമാൻറ്റിക് ഒന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ചിലപ്പോൾ അപ്പോഴൊക്കെ ചടപ്പ് തോന്നുമായിരിക്കും. ബേബി ഭയങ്കര സ്കിൽഡാ ശരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യമുണ്ട്. ഇയാള് മറ്റേ മ്യൂസിക് വീഡിയോയില് ബേബി ജീൻ പുറത്തേക്ക് വിടുന്ന ഒരു സാധനമുണ്ട്. അതായത് പുള്ളി മ്യൂസിക് വീഡിയോ വരുമ്പോൾ പുള്ളി പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ട്. ഇതിനെ ആബ്സല്യൂട്ട്ലി ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര നാടൻ നല്ല എ ക്ലാസ് ഉടായ്പ ക്യാരക്ടർ സുഭാഷ്. അത് ഇയാള് ചെയ്യുമ്പോ ഞാനും ബേബിയും കൂടെ ഞങ്ങൾക്ക് 3-4 സീനൊക്കെ ഒരുമിച്ചുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും ഇയാളൊരു പുതിയ ആളാണെന്നോ ഇയാള് കോൺഷ്യസ് ആണെന്നോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത് പുള്ളി അറിഞ്ഞോ അറിയാതെ പുള്ളി വേറൊരു സാധനം പിടിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കുറെ ആക്ടേഴ്സ് ഉണ്ട് ഇപ്പോഴും. ഇപ്പൊ നമ്മുടെ കൂടെ വന്ന ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് എപ്പോഴും ഞാനൊരു ആക്ടറിനെ വാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈ കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലേണിംഗ് കിട്ടുന്ന അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാസ്റ്റേഴ്സിന്റെ വർക്ക് കാണുന്നത്. പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജ് ആണ് പരിപാടി. ഒരു കഥാപാത്രം ഒരാളെ ചെയ്യുമ്പോൾ അയാളുടെ ശരീരഭാഷ എങ്ങനെ മാറുന്നു എന്ന് പറയുന്ന പോലെ. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ബേബി വേറൊരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലേ സിനിമ കാണുമ്പോ അറിയാം. എന്നോട് സിനിമ കണ്ട ഒരാൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ നമ്മളൊക്കെ കുറച്ച് സിനിമകൾ കണ്ട് നമ്മളെ കണ്ടാണല്ലോ. ബേബിനെ കാണാതിരിക്കുകയും ബേബി ഇത് ചെയ്തു എന്ന് പറയുന്നത് അയാൾക്ക് ഭയങ്കര ഹൈ ആയിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇയാൾ ഭയങ്കര രസോട്ട് ചെയ്തു എന്ന്, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് ആദ്യം ഇയാളുടെ പേര് പറയുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാധനം അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു പരിപാടി വർക്കായിട്ടുണ്ട്. അതെ, എന്നെ പറ്റിയാണ്. അല്ല, വേറൊരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട് നമുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞത് അതില് റൊമാൻസോ അല്ലെങ്കിൽ അതൊന്നും പ്രയോറിറ്റി അല്ല. നമ്മൾ വെറുതെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ലൈൻ പറയാന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോൾ അവരും ഭയങ്കര ഈസി, വെറുതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകല്ല. അങ്ങനെയല്ല, ഭയങ്കര ടഫാണ് നമ്മൾ ഈ ചെയ്യുന്ന പരിപാടി. ടഫല്ലാന്ന് എനിക്ക് എല്ലാവർക്കും അഭിനയിച്ചുകൂടെ അല്ലേ? ഇപ്പം ആലപ്പുഴ ജിംഖാനിലെ DJയും പിന്നെ ഭരതനാട്യം ടു മോഹിനിയാട്ടത്തിലെ സുഭാഷും എന്താണ് ഫ്യൂച്ചർ പ്രൊജക്ട്സ്? എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? എന്താണ് എന്തെങ്കിലും വിശേഷങ്ങൾ അതിനെ പറ്റി പറയാനുണ്ടോ? ഇല്ല, മ്യൂസിക് ആണല്ലോ എൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്ന ഞാൻ പ്ലാൻ ചെയ്യുന്ന പ്രൊജക്ട്സ്. മൂവി വരിക നമ്മൾ ചെയ്യാന്നുള്ള. ഇപ്പം ഒരു എൽ ക്ലാസിക് വന്നിട്ട് ഒരു മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്, മുസിൻ പെരാരിയുടെ. അപ്പം ടോവി ചേട്ടൻ ഇവരൊക്കെ ആയിട്ട്. അപ്പം അതൊരു സെറ്റ് ഇതേപോലെ അടിപൊളിയാണ്. കുറെ ആളും ബഹളും പൂരപ്പറമ്പാണ്. അപ്പൊ ജിംഖാനയ്ക്ക് ശേഷം അങ്ങനത്തെ ഒരു സെറ്റ്. ഇതെന്റെ 4ാമത്തെ മൂവി എൽ ക്ലാസിക്കോ. ഒരു മൂവി റിലീസ് ആവാനുണ്ട്, ജയശ്വരി ചേട്ടനും വിനായക ചേട്ടനും കൂടെ ആയിട്ട് പരിപാടി ഉണ്ട്. അപ്പോൾ അതും ഇതേപോലെ ഏകാന്തതയുടെ മഹാതീരത്ത് കേരളത്തിനുള്ളിൽ ഒറ്റയ്ക്ക്. കാരണം എന്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ ജിംഖാനായിരുന്നു. അതും ഒരു കേരളയിൽ മറ്റേ ജനറൽ വാർഡാണ്. കാരണം ഒരു സമയം നമുക്ക് ചിന്തിക്കാൻ വെറുതെ ഇരുന്ന് ബോറടിക്കൊന്നുമില്ല. എനിക്ക് എല്ലാവരും പറഞ്ഞേക്കാം സിനിമയിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് വെറുതെ ഇരിക്കാനാണെന്ന്. ഒരു നടനൊക്കെ ആയിക്കഴിഞ്ഞാല് വെറുതെ കേരളയിലിരിക്കുക. അപ്പം ആ ഒരു ബഹളത്തിൽ നിന്ന് ഇപ്പം മോഹിനിയാട്ടാണെങ്കിലും ഇത് ഇപ്പൊ കഴിഞ്ഞ പ്രിൻസ് ജോയിയുടെ മൂവി ആണെങ്കിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുറെ സമയം.
അതിനുശേഷം എൽ ക്ലാസിക്കോ. അപ്പം എൽ ക്ലാസിക്കോ ഫ്യൂച്ചർ ഒരു പ്രൊജക്റ്റാണ്. പിന്നെ മ്യൂസിക് വീഡിയോസും മ്യൂസിക്കും വരാനുണ്ട്. ഒരുപാട് പാക്ഡ് ആണ്, മ്യൂസിക്കിന്റെ കാര്യത്തിൽ പാക്ഡ് ആണ്. പിന്നെ മൂവീസ് നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ നല്ലതാണ്. അല്ല ബേബി അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അപ്പൊ അത് കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ജിംഖാന പോലത്തെ ഒരു പടത്തിൽ തുടങ്ങാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു തവണ സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സെറ്റിൽ പോകുമ്പോ തന്നെ ഭയങ്കര ഒരു യൂത്തിന്റെ എനർജിയാണ് അല്ലേ. ഞാൻ ഒരു തവണ കാരാനിൽ ഞാനും എന്റെ മജു എന്ന് പറഞ്ഞ പെരുമാനിയുടെ ഡയറക്ടറും കൂടെ പോയിരുന്നു. അപ്പൊ തന്നെ ഫുൾ പിള്ളേര് മറ്റേ ജിമ്മൊക്കെ അടിച്ച് ഭയങ്കര പൊളിയാണ്. നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര പൊളിയായിട്ട് പരിപാടി വൻ പൊളിയാണെന്ന് പറയുന്ന പോലത്തെ ഒരു സെയിം ഏജിന്റെ ഒരു എനർജി ഉണ്ടല്ലോ. അതായത് നമ്മളൊക്കെ ഇത്ര നാൾ പുറത്തു വിടാൻ ഇങ്ങനെ മുത്തി നിൽക്കരുതെന്ന് തോന്നിപ്പോയി ആ സമയത്ത്. കാരണം നമ്മള് ഭയങ്കര ചില്ലായിട്ട് അയ്യോ അവിടെ ഒന്നും ഒരാൾക്ക് വന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. അത്രയും ഒഫൻസീവും ടോപ്പിക്കിൽ കൂടെ ഒക്കെ നമ്മളെല്ലാ ചെക്കന്മാരൊക്കെ പറയാൻ അറിയാലോ. അപ്പൊ അതിന്റെ ഒരു താളം ഉണ്ടായിരുന്നു ആ സെറ്റില്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ എല്ലാ സെറ്റും ആയിക്കോളണമെന്നില്ല. നമ്മൾ ഒരുപാട് സമയം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. എല്ലാ വക ഉണ്ടാവും, ജ്യൂസ് വേണം ജ്യൂസ്, മറ്റേത് വേണം മറ്റേത്. പക്ഷെ എനിക്ക് വാ തുറന്ന് മിണ്ടാൻ ഒരാളില്ല, അല്ലെങ്കിൽ ആ ഒരു സെയിം എനർജി തരാൻ ഒരാൾ ഉണ്ടായിക്കോണമെന്നില്ല. ഇതിന്റെ ബിടിഎസിലുള്ള രണ്ടുപേരെ പറ്റി ഞാൻ ചോദിക്കട്ടെ, ലിൻറ്റു കുര്യൻ ആൻഡ് ഇലക്ട്രോണിക് കിളി. ഐ തിങ്ക് ലിൻറ്റു കുര്യൻ ആണ് നമ്മുടെ ടീച്ചർ എഡിറ്റ് ചെയ്തിരിക്കുന്നത്, വമ്പൻ കിട്ടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ബിടിഎസ് അതായത് മ്യൂസിക്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എഡിറ്റ്സിലേക്ക് വരുമ്പം എന്തെങ്കിലും അതിനെ പറ്റി പറയാനുള്ള ബിഹൈൻഡ് ദ സീൻസ്, മ്യൂസിക് എന്തോരം ആയിരിക്കും ഹുക്ഡ് ഫോർ ദ മൂവി? വാട്ട് ഡു യു തിങ്ക്? മ്യൂസിക് എന്തെങ്കിലും വാക്കി സാധനം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ട്രailerും ഇലക്ട്രോണിക്കലിയും ഇതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. കാരണം ഇതിന്റെ ബീറ്റ് ശ്രദ്ധിച്ചറിയാം, ഇത് വെച്ചിട്ടാണ് ഇത് കുറെ കട്ട് ചെയ്ത് പോയിട്ടുള്ളത്. അവർ തമ്മിലൊരു കെമിസ്ട്രി വർക്ക് ആയിട്ടുണ്ട്. ആൻഡ് അത് ഭയങ്കര അടിപൊളി ഒരു ഔട്ടും ആയിട്ട് വന്നു എന്നുള്ളത്. വെറുതെ ഒരു ഒപ്പിക്കൽ ചെയ്ത് വെച്ചേക്കല്ല. ആക്ച്വലി ദേ ഡിഡ് ദാറ്റ് തിങ്. എനിക്കറിയില്ല, ബട്ട് നമ്മൾ ഒരു എഡിറ്റർ കട്ട് ചെയ്യുമ്പോൾ ബീറ്റ് അവർക്ക് നമ്മൾ ശ്രദ്ധിക്കണേക്കാൾ കൂടുതൽ മറ്റേ താഴത്തുള്ള ടൈപ്പ് ഓഫ് ബീറ്റ് അല്ലെങ്കിൽ അതൊക്കെ അവർ ശ്രദ്ധിക്കും. അത് വെച്ചിട്ടൊക്കെ കട്ട്സ് ഒക്കെ പോകും. അപ്പം ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പം അതൊക്കെ അതിൽ കാണുന്നുണ്ട് ആ ഒരു ഇത്. അപ്പം കിളീനെ എനിക്ക് ഞങ്ങൾ നേരിട്ട് പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ആ ഒരു നാടൻ പടത്തിൽ ഒരു ഇപ്പോഴത്തെ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് പൊളിയാണ് ശരിക്കും കൊണ്ടുവച്ചിട്ടുള്ള ഒരു ട്രാപ്പ് ഉണ്ട്. അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ബേബി പാടിയിട്ടുണ്ട്. മൂവി കൂടെ പോകുന്ന ഒരു ട്രാക്കാണ്. അതിന്റെ ഒരു സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ട്രാക്ക്. അപ്പൊ അങ്ങനെ ഒരുപാട് പുതിയ എലമെന്റ്സ് പഴയ ഒരു പശ്ചാത്തലത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളതിന്റെ ഒരു പുതുമ ഇതിലൊക്കെ നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബ്ലെൻഡ് ഉണ്ടാവും. കാര്യം പൊതുവെ നമ്മള് ഈ കഥാപാത്രങ്ങളെ കാണുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂസിക്കിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു സ്കോറും പരിപാടിയൊക്കെ. ട്രailer ആയി കഴിഞ്ഞാലും ഇതിലെ പാട്ടായി കഴിഞ്ഞാലും എല്ലാത്തിനും ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇന്നത്തെ യൂത്തിനെ കൂടി അഡ്രസ് ചെയ്തിട്ടുണ്ടാവും. കാര്യം അൾട്ടിമേറ്റ്ലി ഇനീഷ്യൽ ഉണ്ടാക്കുന്നത് യൂത്ത് തന്നെ. മ്യൂസിക് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ ഭയങ്കര ഒരു വലിയ ടൂൾ ആണെന്ന്. ഭയങ്കര മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ കൈൻഡ് ഓഫ് മ്യൂസിക് ഈ സിനിമക്ക് വേണ്ട, ഈ സിനിമയ്ക്ക് ഒരു പേസ് ഉണ്ടല്ലോ, ആ പേസിനെ എൻഹാൻസ് ചെയ്യുന്ന പോലത്തെ സ്കോറും മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അങ്ങനത്തെ പരിപാടികളൊക്കെ രസകരമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് ആസ് ഇഫ് നൗ നമുക്ക് തോന്നുന്നു. എല്ലാം പറഞ്ഞ പോലെ. Good luck to the team. Thank you.